എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ പൊതുവെ പറയാറുണ്ട്, എന്ത് ചെയ്യണമെന്നൊരു കുട്ടിയോട് പറയാതെ കുട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യം നമ്മൾ ചെയ്ത് കാണിക്കാൻ, അല്ലേ? അപ്പൊ ഇതും ഒരു കൈൻഡ് ഓഫ് ലേണിംഗ് ആണ്. ഇതും ഒരു കൈൻഡ് ഓഫ് ബിഹേവിയർ ഡെവലപ്പ് ആകുന്നതിന്റെ ഒരു ഭാഗമാണ്. ആൻഡ് ഈ ഒരു ലേണിംഗിന്റെ പേരാണ് മോഡലിംഗ് എന്ന്. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ കുട്ടിക്ക് മുന്നിൽ മോഡൽ ചെയ്ത് കാണിക്കുന്ന ആ ഒരു വ്യക്തിയെ നമ്മളിവിടെ മോഡൽ എന്ന് പറയും. കുട്ടി ഒബ്സർവേഷണൽ ലേണിംഗ് പ്രോസസ്സ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് ഒബ്സർവേഷണൽ ലേണിംഗ് ആണ്. ഒബ്സർവേഷണൽ ലേണിംഗിലൂടെയാണ് കുട്ടി ഇത് പഠിക്കും. ആൻഡ് കുട്ടി പിന്നീട് ഇത് ആ ബിഹേവിയർ കാണിക്കാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ ഇതാണ് മോഡലിംഗ് എന്ന് പറയുന്ന ഒരു ലേണിംഗ്. ഇത് വളരെ ഫ്രീക്വന്റ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്, അല്ലെ? ഇപ്പം നമ്മൾ പൊതുവെ പറയാറുണ്ട്, നമ്മൾ റോൾ മോഡൽസ് ആവണം, അല്ലെ? നമ്മുടെ കുട്ടിക്ക് മുന്നിൽ നമ്മൾ റോൾ മോഡൽസ് ആവണം. നമ്മുടെ കുട്ടി എന്ത് കൈൻഡ് ഓഫ് ബിഹേവിയർ ആണ് കാണിക്കേണ്ടത്, എങ്ങനെയാണ് വളർന്നു വരുന്നത്. ബിഹേവിയർ എന്ന് പറയുന്ന വെർബൽ ബിഹേവിയർ ഉണ്ട്, നോൺ വെർബൽ ബിഹേവിയർ ഉണ്ട്, അല്ലെ? അപ്പം നമ്മളുടെ കുട്ടി സംസാരിക്കുന്ന രീതി ആയാലും അല്ലാതെ കാണിക്കുന്ന ബിഹേവിയേഴ്സ് ആയാലും ഇതൊക്കെ ഏത് തരമായിരിക്കണം, നമ്മൾ എല്ലാം നല്ല രീതിയിലായിരിക്കണം, ഗുഡ് ബിഹേവിയർ ആയിരിക്കണം എന്ന് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ അത്തരത്തിലുള്ള നമ്മളുടെ കുട്ടിയിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള സ്വഭാവ ഗുണങ്ങളെല്ലാം തന്നെ ആദ്യം നമ്മൾ കുട്ടിക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കണം. നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുന്ന രീതി, നമ്മൾ വീടിനുള്ളിൽ പരസ്പരം സംസാരിക്കുന്ന രീതിയായാലും ഇടപെടുന്ന രീതിയായാലും ഒക്കെ അതെല്ലാം തന്നെ നമ്മളുടെ കുട്ടിയിൽ ഡെവലപ്പ് ആകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ബിഹേവിയേഴ്സ് ആയിരിക്കണം നമ്മൾ കുട്ടിക്ക് മുന്നിൽ മോഡൽ ചെയ്യാനായിട്ട് പാടുള്ളത്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ കുട്ടികളുടെയും ആദ്യത്തെ സ്കൂള് വീടാണ് ആൻഡ് ടീച്ചേഴ്സ് അച്ഛനമ്മമാരാണ് എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള ഒരു വസ്തുതയും ഇത് തന്നെയാണ്. കുട്ടികൾ ഒരു മേജർ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ജീവിതത്തിലേക്ക് വേണ്ട ബേസിക്സ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത് അവനവന്റെ വീടിനുള്ളിൽ നിന്ന് തന്നെയാണ്. അപ്പൊ ആ വീടിനുള്ളിലുള്ള ഇന്ററാക്ഷൻസ് എന്ന് പറയുന്നത് അത്രയും നല്ലതായിരിക്കണം. ഓക്കെ, കുട്ടികൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് ഒബ്സർവേഷനിലൂടെയാണ്. ഓക്കെ, എല്ലാം ഇപ്പം ഒരുപാട് കാര്യങ്ങൾ, ഇപ്പൊ ഈ സംസാര ശൈലികൾ കുട്ടികൾ അതേപോലെ പഠിക്കും. ചില നോൺ വെർബൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ, ബോഡി ലാംഗ്വേജ്, ഇതെല്ലാം കുട്ടികൾ ഒബ്സർവേഷനിലൂടെ പഠിക്കും. നിങ്ങൾ അല്ലാതെ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വീട്ടിലിപ്പം അച്ഛനും അമ്മയും അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു സംസാര രീതി ആയിരിക്കും ആ കുട്ടിക്ക്, അല്ലെങ്കിൽ ചില സ്ലാങ്ങുകളൊക്കെ ഉണ്ടല്ലോ, അത് അതേപോലെ തന്നെ കുട്ടി ഉപയോഗിക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ ചില ബോഡി ലാംഗ്വേജ്, ചില ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഇതൊക്കെ കുട്ടി അതേപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ മോഡലിങ്ങിലൂടെയാണ്, ഒബ്സർവേഷൻ ലേണിങ്ങിലൂടെയാണ് ഇതെല്ലാം കുട്ടി പഠിക്കുന്നത്. കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരും ഒരുപാട് കാര്യങ്ങൾ മോഡൽ ചെയ്യുന്നുണ്ട്. അവരുടെ ചുറ്റും അവരെ ഇന്ററാക്ട് ചെയ്യുന്ന മനുഷ്യരുടെ ഒരുപാട് ബിഹേവിയേഴ്സ്, വെർബലി ഉള്ളതും നോൺ വെർബലി ഉള്ളതൊക്കെ മുതിർന്നവരും ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെയൊക്കെ വളരെ അൺകോൺഷ്യസ്ലി നമ്മളെല്ലാം പല ബിഹേവിയേഴ്സും നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്ന വ്യക്തികളിൽ നിന്നുള്ള പല സംഗതികളും നമ്മളും മോഡൽ ചെയ്യുന്നുണ്ട്. ഇപ്പോ ഭാര്യ ഭർത്താക്കന്മാരുടെ ഒരു ഇതെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ രണ്ട് ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അപ്പൊ ഏതെങ്കിലും അതിലൊരു പങ്കാളി സംസാരിക്കുന്ന ഒരു ശൈലി, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന വളരെ ഫ്രീക്വന്റ് ആയിട്ട് ഉപയോഗിക്കുന്നതായിട്ട് ഒരു വാക്ക് പതിയെ ഇത് കൂടെ ജീവിക്കുന്ന മറ്റേ പങ്കാളിയും അല്ലെ പാർട്ട്ണറും ഉപയോഗിച്ചു തുടങ്ങുന്നതായിട്ട് കാണാം. അല്ലെങ്കിൽ ചില ചിരിക്കുന്ന ചില ശൈലികൾ, ഓക്കെ, ചില ചെറിയ രീതിയിലുള്ള ചില മാനറിസംസ്, ഇതൊക്കെ മറ്റേ ആളും കോപ്പി ചെയ്യാനായിട്ട്. ഇതും ഒരു കൈൻഡ് ഓഫ് മോഡലിംഗ് ആണ്. വളരെ ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിക്കുന്നതാണ്. വളരെയധികം ഒരു ഇൻഫ്ലുവൻസിങ്, വളരെ നല്ല രീതിയിൽ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് മോഡലിംഗ് എന്ന് പറയുന്നത്. വളരെ ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് എവിടെയാണ്? കുട്ടികളുടെ ബിഹേവിയർ മോഡിഫിക്കേഷൻ ആണ്. നമ്മുടെ കുട്ടി
ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത്, സ്കൂൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് നമ്മുടെ വീടിനുള്ളിലാണ് അല്ലേ? അപ്പൊ ആ വീടിനുള്ളിൽ മുതിർന്നവർ തമ്മിലുള്ള ഇന്ററാക്ഷൻസ്, വെർബലി ഉള്ളതും നോൺ വെർബലി ഉള്ളതും എല്ലാം, അതുപോലെ മറ്റുള്ളവരോട് പുറത്തുനിന്ന് വരുന്ന ആൾക്കാരോട് ഇടപെടുന്ന ഒരു രീതി, കാര്യങ്ങൾ ചെയ്യുന്ന ഒരു രീതി, ഇതെല്ലാം തന്നെ കുട്ടി വളരെ ഇതായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ടാവും. ഇതെല്ലാം പിന്നീട് കുട്ടിയുടെ ഒരു ബിഹേവിയറിന്റെ പാർട്ടാക്കുകയും ചെയ്യും. അപ്പൊ മോഡലിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ലേണിംഗ് തന്നെയാണ്, ലേണിംഗ് പ്രോസസ്സ് തന്നെയാണ് ഒബ്സർവേഷണൽ ലേണിംഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ കോൺഷ്യസ് ആയിട്ട്, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കാം ഇത് അല്ലേ? അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ കുട്ടികളുടെ മുന്നിൽ ഇടപെടുമ്പോൾ, ഇന്ററാക്ട് ചെയ്യുമ്പോൾ, നമ്മൾ സംസാരിക്കുന്ന രീതിയായാലും ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന രീതിയായാലും ഓക്കെ, ഈവൻ നമ്മളൊരു കാര്യങ്ങളെ എന്താ പറയുക, കാര്യങ്ങളെ മനസ്സിലാക്കുന്നത്, നമ്മളുടെ ഒരു സമീപനം പോലും ഓരോ കാര്യത്തിനോട് നമ്മൾ വെച്ച് പുലർത്തുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ആറ്റിറ്റ്യൂഡ് അത് വെച്ചിട്ടായിരിക്കുമല്ലോ പിന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതെല്ലാം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഇതെല്ലാം മോഡലിങ്ങിലൂടെ കുട്ടികളും ലേൺ ചെയ്യും. സോ വളരെ കോൺഷ്യസ് ആയിട്ട് തന്നെ നമ്മളുടെ ബിഹേവിയർ ഒന്ന് ഡെവലപ്പ് ആക്കിയെടുക്കുക. കുട്ടികളുടെ മുന്നിൽ നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ കുറച്ചൊരു കോൺഷ്യസ് ആയിട്ട് ആ എൻവയോൺമെന്റിൽ ഇന്ററാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിലും പേരന്റിങ് എന്ന് പറയുന്നത് വളരെ കോൺഷ്യസ് ആയിട്ട് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. നമ്മളാരും പെർഫെക്റ്റ് പേരൻസ് അല്ല. ചെറിയ ചെറിയ മിസ്റ്റേക്സുകളൊക്കെ സംഭവിക്കും, അത് സ്വാഭാവികമാണ്. അതൊരു കൈൻഡ് ഓഫ് ഒരു ട്രയൽ ആൻഡ് എറർ ലേണിംഗ് ആണ്. ഓക്കെ, ഒരു മിസ്റ്റേക്ക് വന്ന് ഓക്കെ, നമ്മൾ അതിൽ നിന്ന് പഠിച്ചിട്ടാണ് അടുത്ത നമ്മൾ കറക്റ്റ് ആകും. അങ്ങനെ ഒരു ട്രയൽ ആൻഡ് എറർ ലേണിംഗ് ആണ് എപ്പോഴും പേരന്റിങ് എന്ന് പറയുന്നത്. പിന്നെ കുറെയൊക്കെ നമ്മളുടെ പേരൻസ് നിന്ന് കിട്ടിയ കുറെ നമ്മളെ വളർത്തിയ രീതി നമുക്ക് കുറെ കാര്യങ്ങൾ അറിയായിരിക്കും. അപ്പൊ അതിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക, ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ ഇതിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു മിസ്റ്റേക്സ്, ഏതൊക്കെയാണ്. അപ്പൊ നമുക്ക് തന്നെ മനസ്സിലാക്കും, ഇങ്ങനെ ഞാൻ എൻ്റെ കുട്ടിയോട് ഈ രീതിയിൽ ചെയ്യാൻ പാടില്ല, അത് ശരിയല്ല, അപ്പൊ അതിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഓക്കെ, അതിന് ഇങ്ങനെ ഡ്രോബാക്സ് ഉണ്ട്, അപ്പൊ അത് അങ്ങനെ പാടില്ല, ഇങ്ങനെ വേണം. അപ്പൊ അങ്ങനെ വളരെ എന്താ പറയാ, നമ്മൾ തികച്ചും ഒട്ടും ബോധമില്ലാതെ ചെയ്യേണ്ട ഒരു കാര്യമല്ല, വളരെ ബോധപൂർവം ചെയ്യേണ്ട ഒരു കാര്യമാണ് പേരന്റിങ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിലേക്ക് ഒന്ന് നോക്കണം. ഓക്കെ, നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ ലേൺ ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അൺലേൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് അവിടെ പുതിയ കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്യണം. അങ്ങനെ വളരെ കോൺഷ്യസ് ആയിട്ട് നമ്മളുടെ പേരന്റിങ്ങിൽ ശരിക്കും ഉൾപ്പെടുത്തേണ്ട ഒരു സംഗതിയാണ് ഈ മോഡലിംഗ് എന്നുള്ളത്. ഓക്കെ, ആർക്ക് വേണ്ടിയിട്ട്? നമ്മളുടെ കുട്ടികളുടെ ബിഹേവിയർ മോഡിഫിക്കേഷൻ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. പുതിയതായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സംശയങ്ങൾ കമന്റ് ചെയ്യുക, സജഷൻസ് കമന്റ് ചെയ്യുക. ഓക്കെ, സോ എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുക. ടേക്ക് കെയർ. താങ്ക് യു.